നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നഗരസഭയിൽ റോഡ് ഉദ്ഘാടനം വാർഡ് കൌൺസിലർമാരെ അറിയിക്കാതെ നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധം കനത്തതോടെ അജണ്ട പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിലിലാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അക്കിക്കാവ് കരിക്കാട് കാൽനട യാത്രികൻ ബൈക്കിടിച്ചു മരിച്ചു. കളത്തിൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ആനച്ചന്തവും മേളപ്പെരുക്കവുമായി ചീരംകുളം താലപ്പൊലി ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കും. ചീരംകുളം പൂരം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. 6 പേർക്ക് പരിക്ക്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം സീനിയർ ഗ്രൌണ്ടിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭയിൽ റോഡ് ഉദ്ഘാടനം വാർഡ് കൌൺസിലർമാരെ അറിയിക്കാതെ നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധം കനത്തതോടെ അജണ്ട പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിലിലാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചത്. വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള കൌൺസിലർമാരെല്ലാം എത്തിയിരുന്നെങ്കിലും അരമണിക്കൂർ വൈകിയാണ് ചെയർപേഴ്സൺ എത്തിയത്. പ്രതിപക്ഷം ചെയർപേഴ്സണെ അന്വേഷിച്ചപ്പോഴാണ് റോഡ് ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. നഗരസഭയുടെ 6, 7, 15 വാർഡുകളിലൂടെ കടന്നുപോകുന്ന KBM റോഡ് മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാനാണ് ചെയർപേഴ്സൺ പോയത്. എന്നാൽ ഈ 3 വാർഡുകളിലെയും കൌൺസിലർമാരെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. യോഗ നടപടികൾ ആരംഭിച്ചതോടെ 15ാം വാർഡ് കൌൺസിലർ റഷീദ് കുന്നിക്കൽ ഇക്കാര്യം ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ വിശദീകരണം വേണമെന്ന് 6ാം വാർഡ് കൌൺസിലർ ജലീൽ പണിക്ക് വീട്ടിലും ആവശ്യപ്പെട്ടു. ജനുവരി 25-ന് റോഡിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും നടത്താൻ കഴിഞ്ഞില്ലെന്നും ഇന്നത്തേക്ക് മാറ്റിവെച്ച കാര്യം അന്ന് അറിയിച്ചിരുന്നുവെന്നും ചെയർപേഴ്സൺ മറുപടി നൽകി. എന്നാൽ ചെയർപേഴ്സണ് വീഴ്ച സംഭവിച്ച കാര്യം സമ്മതിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടർന്നു. ഭരണപക്ഷം പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ വാക്കേറ്റമായി. ഇതിനിടെ യോഗ നടപടികൾ തുടരാൻ ശ്രമിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ആൻഡോ തോമസ്, നൌഷാദ് അഹമ്മോ, ജലീൽ പണിക്ക് വീട്ടിൽ, റഷീദ് കുന്നിക്കൽ എന്നിവർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നു. ഇതോടെ ചെയർപേഴ്സൺ എഴുന്നേറ്റ് 415 പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാനുള്ള അജണ്ട പാസാക്കിയതായി അറിയിച്ച് യോഗം പിരിച്ചുവിടുകയായിരുന്നു. ചെയർപേഴ്സൺ നീതി പാലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളി തുടർന്നതോടെ ഭരണപക്ഷം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുപോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് പോയിന്റ് നിലയിൽ മുന്നിൽ. 16 ഇനങ്ങളിലെ മത്സരഫലം പുറത്തുവന്നപ്പോൾ 45 പോയിന്റ് നേടിയാണ് സെന്റ് തോമസിന്റെ മുന്നേറ്റം. കഴിഞ്ഞ തവണ കിരീടം ചൂടിയ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 2ാം സ്ഥാനത്തും ആതിഥേയരായ അൻസാർ ട്രെയിനിംഗ് കോളേജ് 3ാം സ്ഥാനത്തുമാണ്. കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിൽ മൈം, സ്കിറ്റ്, നാടകം, മിമിക്രി, മോണോ ആക്ട് തുടങ്ങി ഗ്ലാമർ ഇനങ്ങളാണ് വെള്ളിയാഴ്ച നടന്നത്. ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച മത്സരങ്ങൾ രാത്രി വൈകിയും തുടർന്നു. ശനിയാഴ്ച വൈകിട്ട് 7-നാണ് സ്റ്റേജിന മത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുക. കലാമേളയുടെ 3ാം ദിനമായ ശനിയാഴ്ച ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, വിവിധ വാദ്യ മത്സരങ്ങൾ, ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ് എന്നിവ അരങ്ങേറും. 200 പോലീസുകാരടങ്ങിയ സംഘത്തിന്റെ വൻ സുരക്ഷയിലാണ് കലോത്സവം നടക്കുന്നത്. അക്കിക്കാവ് കരിക്കാട് കാൽനട യാത്രികൻ ബൈക്കിടിച്ചു മരിച്ചു. കളത്തിൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്.
വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. സംഭവത്തിൽ ബൈക്ക് യാത്രികനായ കരിക്കാട് സ്വദേശി കല്ലായിൽ 19 വയസ്സുള്ള സൂരജിനും പരിക്കേറ്റു. ഇരുവരെയും കരിക്കാട് നന്മ ആംബുലൻസ് പ്രവർത്തകർ പെരുമ്പില വാൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പുവിന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശാന്തയാണ് അപ്പുവിന്റെ ഭാര്യ. ശരത്ത്, സൗമ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം 6 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ഇതോടെ പുറകിൽ വന്നിരുന്ന കാർ ടൂറിസ്റ്റ് ബസ്സിലിടിച്ചു. കാറിന് തൊട്ടു പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് കാറിലും ഇടിച്ചു. 4 വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റവരെ നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആനച്ചന്തവും മേളപ്പെരുക്കവുമായി ചീരംകുളം താലപ്പൊലി ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കും. ചീരംകുളം പൂരം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ആചാരപ്പൊലിമയും ആഘോഷനിറവും ഒത്തുചേരുന്ന ചീരംകുളം താലപ്പൊലി ഉത്സവത്തിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 5ഓടെ വേല ഉത്സവത്തിന് തുടക്കമാകും. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത വേലകളായ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, കാള തുടങ്ങിയവ ക്ഷേത്രമൈതാനിയിൽ പ്രവേശിക്കും. ഭക്തിനിർഭരമായ ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7:30 നാടൻ പാട്ടും അരങ്ങേറും. പൂരാഘോഷ ദിവസമായ ഞായറാഴ്ച പുലർച്ചെ മുതൽക്കേ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 3ഓടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 25 കമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. വൈകിട്ട് 5 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരക്കും. മേളപ്രമാണി വെള്ളിത്തുരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. രാത്രി 7:30 പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഗാനമേളയും അർദ്ധരാത്രി 12ഓടെ തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ വാദ്യവിരുന്നുകളും നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ 1 കോതമംഗലം മനക്കിൽ നിന്നും പറയെടുത്ത് പള്ളിത്താലത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. താലം തെളിയിക്കൽ, വെളിച്ചപ്പാടേറ്റൽ, പാനപൂജ എന്നിവയ്ക്ക് ശേഷം ഗുരുതിതർപ്പണത്തോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം സമാപിക്കും. കാണിപ്പയ്യൂർ അന്നംകുളങ്ങര പൂരത്തിനിടെ ആന അനുസരണക്കേട് കാട്ടിയത് പരിഭ്രാന്തിക്കിടയാക്കി. ഇന്നലെ വൈകിട്ട് 7:15ഓടെയായിരുന്നു സംഭവം. കൊമ്പൻ പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് അനുസരണക്കേട് കാട്ടിയത്. കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനയെ കൊണ്ടുപോകുന്നതിനിടെയാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. ഇതോടെ ഉത്സവപ്പറമ്പിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി. എന്നാൽ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും സംയോജിതമായി ഇടപെട്ട് സമീപത്തെ പറമ്പിലേക്ക് മാറ്റി തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അനാവശ്യമായി നിയമസഭയിൽ പരാമർശിച്ച NK അക്ബർ MLAയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിലെ പരാമർശത്തിനെതിരായാണ് നിവേദിത പ്രതികരിച്ചത്. പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസമുണ്ടാക്കിയതിന് സുരേഷ് ഗോപി മറുപടി നൽകണമെന്നായിരുന്നു MLA പറഞ്ഞത്. ഇത്രയും കാലം ഇടതുപക്ഷ മുന്നണി MPമാരും MLAമാരും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും നിവേദിത ചോദിച്ചു. കേരള സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഉണ്ടായ വീഴ്ചകളും കാലതാമസവും തർക്കങ്ങളുമായിരുന്നു പദ്ധതിക്ക് തടസ്സം. പദ്ധതി മരവിപ്പിക്കൽ നീങ്ങിയതിനാൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കണം. മറന്നുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുപോയതുകൊണ്ട് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ 2 വർഷം പോലും തികയാത്ത കേന്ദ്രമന്ത്രി എന്തു ചെയ്തു എന്ന ചോദ്യവുമായിട്ട് ഇടതുപക്ഷം വരുന്നത് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇതെല്ലാം ഡിലേ ചെയ്തത് എന്ന് അവരുടെ തലയിൽ പറഞ്ഞുകൊണ്ട് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സമ്പ്രദായം, അതിന്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിന്റെ വികസന മുന്നേറ്റ ജാഥയിൽ ഹരിതകർമ്മസേനയെ കളങ്കിതമാക്കുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനാംഗങ്ങൾ യൂണിഫോമിലാണ് ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര പദ്ധതികളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്.
ഇവർ കേരളത്തിന്റെ ശുചിത്വം ഉറപ്പാക്കുന്ന നിരവധിയായ രാഷ്ട്രീയ ഭേദം ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട സേനയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ശിഥിലമായതുകൊണ്ട് ആളെ കിട്ടാനില്ല എന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തി എന്നതിന് തെളിവാണിതെന്നും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് MLA-യുടെയും അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷത്തിന്റെ ആളുകൾക്കും കോൺഗ്രസിന്റെയും ഒക്കെ ചിന്തയെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കേരളത്തിന്റെ വികസനം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്രമന്ത്രി ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന MLA ആരായിരുന്നാലും അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വികസനം ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വിരലറി പിടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ മിന്നൽ പരിശോധന. എളവള്ളി വില്ലേജ് ഓഫീസിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സന്ദർശനം നടത്തിയത്. വില്ലേജ് ഓഫീസ് പരിധിയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംസാരിച്ച കളക്ടർ ഓഫീസർമാരിൽ നിന്നും വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും വില്ലേജ് ജീവനക്കാരെയും കളക്ടർ അഭിനന്ദിച്ചു. AEROമാരായ മനോജ് നായർ, റോബിൻ, വില്ലേജ് ഓഫീസർ ജോയ്സി തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കായിക അധ്യാപകരുണ്ടാവും, വിവിധ സ്ഥലങ്ങളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് താഴെ തലങ്ങളിലുള്ള ആലോചന നടക്കണം. കേരളത്തിൽ നിന്ന് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും ഒരു ഗ്രൗണ്ടെങ്കിലും ചുരുങ്ങിയതുണ്ട്. ഒരു ഗ്രൗണ്ടെങ്കിലും കളിസ്ഥലങ്ങളിൽ നല്ല കളിസ്ഥലം എല്ലാ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇവിടത്തെ പോലുള്ള സൗകര്യം എന്നുള്ളതല്ല. ഈ മണ്ഡലത്തിൽ എൻ്റെ എല്ലാ പഞ്ചായത്തിലും ഒന്നിൽ കൂടുതൽ ഗ്രൗണ്ടുകളുണ്ട്. ഈ സ്റ്റേഡിയം വന്നപ്പോൾ ഇതിന്റെ പരിശീലന ഗ്രൗണ്ടുകളായി നിരവധി ഗ്രൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 10-35 കോടി രൂപ ചെലവഴിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതിന് മുമ്പിൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള സ്പോർട്സ് ഡിവിഷനാണെന്നുള്ളത് കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണ് അവിടെ തയ്യാറായി വരുന്നത്. 200 പേർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഇതിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടാവും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PI സജിത, PS വിനയൻ, ഷീല ജോർജ്, KR മായ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, MV പ്രശാന്തൻ മാസ്റ്റർ, ലീല രാമകൃഷ്ണൻ, മീന സാജൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഫെബ്രുവരി 6 മുതൽ 9 വരെ തൃശൂർ നഗരം, കുന്നംകുളം, തൃപ്രയാർ എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ബാസ്കറ്റ്ബോൾ, മറ്റു കായിക മത്സരങ്ങൾ എന്നിവ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടക്കും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5000-ഓളം പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഫെബ്രുവരി 9 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് സമാപന സമ്മേളനം നടക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ MLA P ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മേയർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ മുഖ്യാതിഥികളാകും. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ ജൂബിലി തിരുനാൾ ഓഫീസ് ഉദ്ഘാടനം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷനായി. തീർത്ഥകേന്ദ്രം നടത്ത കൈക്കാരൻ ജെയ്സൺ വടക്കൂട്ട്, CV സേവിയർ, ലെസ്ലി ജോസഫ്, NJ ലിയോ, VS സെബി, സേവിയർ അറക്കൽ, AJ ജോയി, VL ഷാജി, ജസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു. തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കും. ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയുടെ വെഞ്ചിരിപ്പ് ഉദ്ഘാടനവും ഉണ്ടാകും. ആർത്താറ്റ് നവരശ്മി 103 നമ്പർ അംഗൻവാടിയിൽ പുതുതായി ആരംഭിച്ച ക്രിഷ് ഡേ കെയർ സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങി. കുന്നംകുളം നഗരസഭയുടെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ക്രിഷിന്റെ പ്രവർത്തന സമയം. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കും. ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുന്ന സംവിധാനമാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സൗമ്യ അനിലൻ പറഞ്ഞു. ക്ഷേമകാര്യ
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് സീനിയർ സൂപ്രണ്ട് KL ഷൈജ പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ എന്നിവർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ രജി സതീശൻ സ്വാഗതവും ചൊവ്വന്നൂർ അഡീഷണൽ CDPO K ജയശ്രീ നന്ദിയും പറഞ്ഞു. നഗരസഭാ പരിധിയിലെ മാതാപിതാക്കൾക്ക് ഈ സേവനം വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തുന്നത്. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗവും നടന്നു. കുന്നംകുളം ഇട്ടിമാണി ഹാളിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDFനോടും കോൺഗ്രസിനോടുമുള്ള വിരോധം BJP തീർത്തത് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണെന്ന് LDF പോലും അംഗീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കാരണം രണ്ടാം പ്രാവശ്യം CPM-ഉം LDF-ഉം വീണ്ടും അധികാരത്തിൽ വരില്ലെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. CPM-നും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവർ അധികാരത്തിൽ വന്നത് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, കോൺഗ്രസിനോടും UDF-നോടുള്ള വിരോധം കൊണ്ട് BJP CPM-ന് വോട്ട് ചെയ്തത് കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നത് എന്ന് CPM തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുമ്പ് നടന്ന ആ അന്തർധാര വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കുന്നംകുളം മണ്ഡലം UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, CMP അസിസ്റ്റന്റ് സെക്രട്ടറി PRN നമ്പീശൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വീകരണ യോഗം സംഘാടക സമിതി ചെയർമാനായി ജോസഫ് ചാലിശ്ശേരി, വർക്കിംഗ് ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CB രാജീവ്, ട്രഷറർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, വൈസ് ചെയർമാൻ KC മൊയ്തുട്ടി, സുരേഷ് മമ്പറമ്പിൽ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മഹേഷ് തിപ്പിലശ്ശേരി എന്നിവരടങ്ങുന്ന 201-അംഗ സ്വാഗത സംഘ കമ്മിറ്റിയും രൂപീകരിച്ചു. ഫെബ്രുവരി 18 ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കുന്നംകുളത്തെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് UDF ഗുരുവായൂർ നിയോജക മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന രൂപീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KD വീരമണി, TS അജിത്, AM അലാവുദ്ദീൻ, ഹാറൂൺ റഷീദ്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 18-ന് ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം താലപ്പൊലി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ 53 ദിവസമായി നടന്നു വന്നിരുന്ന കളംപാട്ടിന് സമാപനമായി. നിർമ്മാല്യ ദർശനത്തോടെയാണ് താലപ്പൊലി ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 11 മണിയോടെ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം ഭഗവതിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. തിരിച്ചെഴുന്നള്ളിപ്പിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളം അകമ്പടിയായി. എഴുന്നള്ളിപ്പ് കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിലെത്തിയപ്പോൾ കോമരം സുരേന്ദ്രൻ നായർ ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച 100-ലേറെ പറകളാണ് ചടങ്ങിനായി ഒരുക്കിയിരുന്നത്. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ കുളം പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിയെ കെട്ടിലിറക്കി എഴുന്നള്ളിച്ചു. രാത്രിയിലും വിശേഷാൽ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. താലപ്പൊലിയോടനുബന്ധിച്ച് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തൃപ്രയാറിൽ നടത്തിയ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ COA തൃപ്രയാർ മേഖല ജേതാക്കളായി.
ചേർപ്പ് മേഖല 2ാം സ്ഥാനം നേടി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P ബിജുകുമാർ അധ്യക്ഷനായി. പ്രചാരണ കമ്മിറ്റി കൺവീനർ KR സുമേഷ് കുമാർ, ചെയർമാൻ PA നാസർ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ ജോഷി, AJ സുബ്രഹ്മണ്യൻ, RH ഹാരിസ്, TM റഹീം, സിജോ കുണ്ടുകുളം, മേഖലാ പ്രസിഡന്റ് EL ടോണി, കേരള വിഷൻ ഡയറക്ടർമാരായ ഓം പ്രകാശ്, ഡേവിസ് എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും ട്രോഫികൾ സംഭാവന ചെയ്തു. ജില്ലയിൽ നിന്നുള്ള 10ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഈ മാസം 10, 11 തീയതികളിൽ തൃപ്രയാറിലാണ് COA ജില്ലാ സമ്മേളനം നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് കോർണിഷ് കൺവെൻഷണൽ സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. 13 മേഖലാ കമ്മിറ്റികളിൽ നിന്നായി 232 പ്രതിനിധികൾ പങ്കെടുക്കും. ബുധനാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം തൃപ്രയാർ സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനം ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചവാദ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പ്രശസ്ത കൊമ്പ് കലാകാരൻ മച്ചാട് രാമകൃഷ്ണൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കിടപ്പിലായിരുന്നു. ഇന്ന് വൈകിട്ട് 6:30യോടെയായിരുന്നു മരണം. 13 വയസ്സു മുതൽ കൊമ്പ് കലാകാരനായി കലാജീവിതം ആരംഭിച്ചു. നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. കുന്നംകുളം ചൊവ്വന്നൂർ സ്വദേശിയാണ്. ചിന്നമ്മ അമ്മു ഭാര്യയും ലത ദാസൻ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വന്നൂർ കല്ലഴി ക്ഷേത്രത്തിന് സമീപമുള്ള വസതിയിൽ നടക്കും. ഫ്ളൈറ്റ് യാത്രയ്ക്കിടെ യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു. വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി ചാങ്കര സുധാകരന്റെ മകൻ 35 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. ബഹ്റിനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ വെച്ചാണ് ഹൃദയാഘാതമുണ്ടായത്. ബഹ്റിനിൽ നിന്ന് പുറപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. വൈദ്യസഹായത്തിനായി അധികൃതർ ശ്രമിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ലാൻഡ് ചെയ്യാൻ അരമണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറക്കിയെങ്കിലും അഖിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ശനിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടത്തും. നാടൻ കലാരൂപങ്ങളും തിറയും കാവടിയും നിറഞ്ഞ അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച ഉച്ചയോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലവരവ് തുടങ്ങി. വൈകിട്ട് ക്ഷേത്രത്തിലെത്തി. രാത്രി ഗാനമേളയും ഉണ്ടായി. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ തുടങ്ങും. രാവിലെ തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നവകം, പഞ്ചഗവ്യം എന്നിവയും നടക്കും. ഉച്ചയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഇതോടൊപ്പം വിവിധ കമ്മിറ്റികളുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും. വൈകിട്ട് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡ്യമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരക്കും. രാത്രി ഗാനമേളയും ഉണ്ടാകും. ഭരണസമിതി പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി E ചന്ദ്രൻ നായർ, ട്രഷറർ V ഗിരീഷ് എന്നിവരടങ്ങിയ കമ്മിറ്റി പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. ഗുരുവായൂരപ്പനും ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്കുമായുള്ള മകരമാസ ശുദ്ധി ചടങ്ങുകൾക്ക് ശനിയാഴ്ച തുടക്കമാകും. ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച രാവിലെയുമാണ് ഗുരുവായൂരപ്പന് ശുദ്ധി ചടങ്ങുകൾ നടക്കുക. അയ്യപ്പസ്വാമിക്ക് ശനിയാഴ്ചയും ഗണപതിക്ക് തിങ്കളാഴ്ചയും ഭഗവതിക്ക് ചൊവ്വാഴ്ചയും ശുദ്ധി ചടങ്ങുകൾ നടക്കും. ശുദ്ധി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശന നിയന്ത്രണം ഉണ്ടാകും. ഞായറാഴ്ച ദീപാരാധനയ്ക്ക് ശ്രീഭൂതബലി ഉണ്ടാകും. മറ്റം ഖണ്ഡാകർണൻ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം ഗണപതി ഹോമം, ഇളനീർ അഭിഷേകം, ഉഷപൂജ, വിശേഷാൽ പൂജ, നിവേദ്യം എന്നിവയുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാർലിമന ശിവക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും അകമ്പടിയോടെ പകൽപൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പഞ്ചവാദ്യത്തിൽ പരക്കാട് മഹേന്ദ്രൻ മാരാർ മേളപ്രമാണിയായി. 4:30യോടെ ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് നടന്ന ചെണ്ടമേളത്തിന് തൃശൂർ പൂരം മേളപ്രമാണിയായ ജിതിൻ കല്ലാറ്റ് പ്രമാണിത്വം വഹിച്ചു. കാളി അനുഷ്ഠാന കലാസംഘത്തിന്റെ നേതൃത്വത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ പൂരാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. വൈകിട്ട് 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും തുടർന്ന് തായമ്പകയും ഉണ്ടായി. കാട്ടകാമ്പാൽ പെരുന്തുരുത്തിയിൽ CPM തുടർച്ചയായ അക്രമങ്ങൾ നടത്തിവരികയാണെന്ന് ആരോപിച്ച് BJP നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾ ആസൂത്രിതമായി അലങ്കോലമാക്കാനുള്ള ജിഹാദി ശ്രമങ്ങൾക്ക് CPM ഒത്താശ ചെയ്യുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ പറഞ്ഞു.
അക്രമങ്ങളിൽ നിന്നും CPM പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പെരുന്തുരുത്തി സെന്ററിൽ നടന്ന യോഗത്തിന് ശേഷം അമ്മമാർ കുന്നംകുളം പോലീസ് SHOയെ നേരിട്ട് കണ്ട് ആശങ്ക ബോധ്യപ്പെടുത്തി. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ്, മണ്ഡലം ഭാരവാഹികളായ ഷാജി ചക്കിത്തറ, ശ്രീജിത്ത് ആവേൻ, മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് എന്നിവർ സംസാരിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 110ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഓണപരീക്ഷാ കാലഘട്ടത്തിൽ പോലും പാഠപുസ്തകം നൽകാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുരളി പെരുന്നെല്ലി പറഞ്ഞു. എന്നാൽ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങൾ ഏറെ മെച്ചപ്പെട്ടുവെന്നും സ്കൂൾ തുറക്കും മുൻപ് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങളിലും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക PB സജിത ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. LSS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് VK ശ്രീരാമൻ ഉപഹാരം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സച്ചിൻ പ്രകാശ്, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജിംഷാദ്, PTA പ്രസിഡന്റ് KV വിജീഷ്, MPTA പ്രസിഡന്റ് PA ഹസീന, സ്കൂൾ ലീഡർ ദ്യുതി S നായർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PB സജിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് അംഗങ്ങളും PTA ഭാരവാഹികളും സജിത ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി. ചൊവ്വന്നൂർ BRC പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് സമ്മാനദാനം നിർവഹിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. 8 വർഷം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന K ജയശങ്കറിനെ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമിച്ചു. KSU തലപ്പിള്ളി താലൂക്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ച ജയശങ്കർ 2005-ൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് മെമ്പർ, 2010-ൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, 2015-ൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി പ്രതിനിധിയായി 3 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജയശങ്കർ നിലവിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കണ്ടുകിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ വിദ്യാർത്ഥിനി ഇവ ഏഞ്ചലിനെ ജന്മനാട് അനുമോദിച്ചു. ഇരുമ്പപ്പെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഗ്രാമസഭയിലാണ് ഡെന്നി ചുങ്കത്തിന്റെയും ജിൻസിയുടെയും മകൾ ഇവ ഏഞ്ചലിനെ അനുമോദിച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് വെദാനിയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. വാർഡ് മെമ്പർ K ഗോവിന്ദൻകുട്ടി, ഓവർസിയർ കൃഷ്ണേന്ദു, JHI CG ജോസഫ് എന്നിവർ സംസാരിച്ചു. പോർക്കുളം മാർ കൂറിലോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുൻ അധ്യാപകരുടെയും സംഗമം ഫെബ്രുവരി 8 ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന് 121 വർഷം പിന്നിടുന്ന വിദ്യാലയത്തിൽ ആദ്യാക്ഷരം കുറിച്ചവരും അറിവിന്റെ അഗ്നി പകർന്ന ആദ്യകാല അധ്യാപകരും ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന സംഗമത്തിൽ സംബന്ധിക്കും. പോർക്കുളം ഗ്രാമത്തിലെ 4 തലമുറകളിലുള്ളവർക്ക് അക്ഷരമധുരം സമ്മാനിച്ച വിദ്യാലയത്തിൽ നിലവിൽ പഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ 80%-ലേറെയും ഇതേ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള സ്കൂളുകളിൽ ഈയൊരു സവിശേഷത അവകാശപ്പെടാവുന്ന ഏക വിദ്യാലയമാണ് മാർ കൂറിലോസ് മെമ്മോറിയൽ UP സ്കൂൾ. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിലേക്ക് വിദ്യാലയത്തിൽ പഠിച്ചവരെയും പഠിപ്പിച്ചവരെയും ക്ഷണിക്കുന്നതായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറി ബിനോയ് മാത്യു, സ്കൂൾ പ്രധാന അധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ, സ്റ്റാഫ് സെക്രട്ടറി ജുഷ K ജോസ്, PTA പ്രസിഡന്റ് KK രതീഷ് എന്നിവർ അറിയിച്ചു. പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് 2026-27 വർഷത്തെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ജയന്തി, സെക്രട്ടറി ശ്രീലത, ജയകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ, ധനീപ്, അനിത ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരഞ്ഞു നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചു. തുടർന്ന് വരുന്ന ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് വികസന സെമിനാറിൽ അവതരിപ്പിക്കും. യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
SFI മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 10-ന് എളവള്ളിയിൽ സജ്ജമാക്കുന്ന ഫാസിൽ നഗറിൽ വെച്ചാണ് SFI ഏരിയ സമ്മേളനം നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. SFI മണലൂർ ഏരിയ പ്രസിഡന്റ് ദേവി ചന്ദന അധ്യക്ഷയായി. CPIM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, SFI ഏരിയ സെക്രട്ടറി അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി KU സരിത ചെയർമാൻ, അതുൽ കൃഷ്ണ കൺവീനർ, PA ഷൈൻ ട്രഷറർ എന്നിവർ അടങ്ങുന്ന സംഘാടക സമിതിയും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. മണലൂർ ഏരിയയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നുമായി 190 പ്രതിനിധികൾ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. കർഷകരുടെ ദീർഘകാലമായുള്ള പരാതിക്ക് പരിഹാരമാകുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് ക്ലൂസ്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം തുടങ്ങി. ചാലിശ്ശേരി കടവല്ലൂർ പഞ്ചായത്തുകളിലെ 400 ഏക്കറിലധികം വരുന്ന നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്ന പദ്ധതിയാണ് മുട്ടിപ്പാലം ക്ലൂസ്കം ബ്രിഡ്ജ്. തണത്തറ തോടിനു കുറുകെ ഉണ്ടായിരുന്ന ജീർണാവസ്ഥയിലായ പഴയ പാലവും തടയണയും പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് ഇപ്പോൾ പൈലിംഗ് ജോലികൾ തുടങ്ങിയിരിക്കുന്നത്. വർഷാരംഭത്തിന് മുൻപ് പ്രാഥമിക പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത്. പഴയ തടയണ പൊളിച്ചതോടെ താൽക്കാലിക ബണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി തുറന്നുവിടുന്നത് കർഷകർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തോട്ടിലെ വെള്ളം വറ്റിയാൽ മേഖലയിൽ കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുമെന്ന ആശങ്ക കർഷകർ ഉന്നയിച്ചു. എന്നാൽ തോട് പൂർണ്ണമായും വറ്റിക്കാതെ നിർമ്മാണം നടത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 45 വയസ്സിന് മുകളിലുള്ള 74 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ PS രഞ്ജിത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് അഭിമാനമായി. കഴിഞ്ഞ ഒരു വർഷമായി മാത്രം പരിശീലനം നടത്തിവരുന്ന ആലപ്പുഴ ചേർത്തല സ്വദേശിയായ രഞ്ജിത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി CITU കടവല്ലൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. കല്ലുംപുറം സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ATM ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റൻ PI രാജേന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ MK മോഹനൻ, മാനേജർ AP ബിന്ദു എന്നിവർ നേതൃത്വം നൽകിയ കാൽനട ജാഥ പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CITU ജില്ലാ കമ്മിറ്റി അംഗം സുഗു കുറ്റിക്കാട്ടിൽ നിർവഹിച്ചു. KE സുധീർ, അജിത് കുമാർ, ഉഷാർദാസ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റും വാർഷികവും ആഘോഷിച്ചു. AC മൊയ്തീൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. LSS വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. ദാക്ഷായണിയമ്മ എൻഡോവ്മെന്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് നിർവഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KV ഷൈബു, PTA പ്രസിഡന്റ് OB ഷനോജ്, MPTA പ്രസിഡന്റ് ശരണ്യ ഹരിദാസ്, SMC ചെയർമാൻ TG കണ്ണൻ, SSG കൺവീനർ KA മനോജ്, പ്രധാന അധ്യാപിക KM ശ്രീജഭായ്, സ്കൂൾ ലീഡർ അനന്തകൃഷ്ണൻ, അധ്യാപകരായ KC ശാരിക, സിബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. മറ്റു വിദ്യാലയങ്ങൾ തേടിപ്പോകുന്നതിന് കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ വിദ്യാലയങ്ങളുടെ സ്ഥിതി പരമദയനീയമായിരുന്നൊരു കാലത്ത്. 10 വർഷത്തിന് ശേഷം ഇപ്പം അങ്ങനെ ഒരു സ്ഥിതിയില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാ സ്കൂളുകൾക്കും മികച്ച സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ക്ലാസ് മുറികൾ ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. വേലൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ദിവസങ്ങളിലായാണ് ഉത്സവ ആഘോഷങ്ങൾ നടന്നത്. ഉത്സവ ദിനങ്ങളിൽ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി, ഹരി നമ്പൂതിരി, അവണാവ് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി അശ്വിൻ എന്നിവർ കാർമ്മികരായി. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി എന്നിവയുണ്ടായി. തുടർന്ന് പള്ളിവേട്ടയും നടന്നു. ആറാട്ട് ദിവസമായ വ്യാഴാഴ്ച രാവിലെ പള്ളി ഉണർത്തലുണ്ടായി. വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആറാട്ടിനായി ദേവി ആനപ്പുറത്ത് ആറാട്ടുകടവിലെത്തി. പ്രത്യേക പൂജകൾക്ക് ശേഷം കുളത്തിൽ ആറാടിയ ഭഗവതി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് മേളം കൊട്ടിക്കയറി. പറവിപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ 9 പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറക്കിയതോടെ ഉത്സവാഘോഷത്തിന് സമാപനമായി. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി.
മുസ്ലിം ലീഗ് നേതാവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന ഇ പി കമറുദ്ദീൻ നന്മയുടെ പ്രതീകമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ലീവ ടവറിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമറുദ്ദീന്റെ പേരിൽ ചടങ്ങിൽ നിർധന കുടുംബത്തിന് വീട് നൽകുന്ന ബൈത്തുറഹ്മ സംബന്ധിച്ച പ്രഖ്യാപനവുമുണ്ടായി. കെപിസിസി മെമ്പർ ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജയപ്രകാശ്, മുൻ കൌൺസിലർ ഉല്ലാസ്, ടൌൺ ഖത്തീബ് നിസാർ വാഫി എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി സാഹിബ് അധ്യക്ഷനായി. UDF ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് അൻവർ കുന്നംകുളം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ തത്സമയ സംപ്രേഷണം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ CCTV സിനിമാ ചാനലിലൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസിദ്ധി വാഴ്ചയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായി. ശേഷം ദേവാലയത്തിൽ ഫാദർ ലിജോ പൊറുത്തൂർ കാർമ്മികനായി ദിവ്യബലിയും വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടക്കും. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ഫാദർ ലിൻഡോ കോനിക്കര മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4:30 ഇടവകാംഗമായ ഫാദർ ബേബി ഷെപ്പേർഡ് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. ശേഷം ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് വാദ്യം എന്നിവയും നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പൊറുത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2026-27 വർഷത്തെ വാർഷിക പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. കേച്ചേരി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈല പുഷ്പാകരൻ, സച്ചിൻ പ്രകാശ്, ജുലറ്റ് വിനു, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 13 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ ഗ്രാമസഭകളിലും വികസന സെമിനാറിലും അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ശേഷം അന്തിമ പദ്ധതിക്ക് രൂപം നൽകും. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിക്കും വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂറിനും മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി. ഓഫീസ് ഹാളിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ മെമന്റോ നൽകി ആദരിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം MV ജോസ്, ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, നിർവാഹക സമിതി അംഗങ്ങളായ P രാമചന്ദ്രൻ, അരവിന്ദൻ, TJ മൈക്കിൾ, TT ജോഷി എന്നിവർ സംസാരിച്ചു. കടിക്കാട് വെൽഫെയർ കമ്മിറ്റിയും നാട്ടുകൂട്ടം, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ 22 വർഷത്തിലധികം കടിക്കാട് സ്കൂളിൽ കായിക അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന നാസർ ഹുസൈൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനം വിവിധ പരിപാടികളോടെ 2 ദിവസങ്ങളിലായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 12, 13 തീയതികളിലായാണ് യാത്രയപ്പ് സമ്മേളനം. 12-ാം തീയതി വൈകിട്ട് 4:30 മുതൽ നടത്തുന്ന സൗഹൃദ കബഡി മത്സരത്തിൽ ജില്ലയിലെ പ്രഗത്ഭരായ വനിതാ ടീമുകളടക്കം 4 ടീമുകൾ പങ്കെടുക്കും. തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 7 മണിക്ക് കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്ന നാടകവും ഉണ്ടാകും. 13 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന യാത്രയപ്പ് സമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കബഡി സംസ്ഥാന ഗോൾഡ് മെഡൽ ജേതാവ് ദിയ ഫാത്തിമയെയും സിൽവർ മെഡൽ ജേതാവ് കൃഷ്ണപ്രിയയെയും അനുമോദിക്കും. തുടർന്ന് 6 മണിക്ക് വോയിസ് ഓഫ് ചേഞ്ച് അണ്ടത്തോട് ഗസൽ മഹ്ഫിലും അരങ്ങേറുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മൂസ ആലത്തയിൽ, വൈസ് ചെയർമാൻ അസ്കർ അറയ്ക്കൽ, കൺവീനർ വിനോദ് കാട്ടിശ്ശേരി, സ്കൂൾ PTA അംഗം TA ഷാജി തുടങ്ങിയവർ അറിയിച്ചു. തിരുവെങ്കിടം ALP സ്കൂളിന്റെ 119-ാം വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബി ചിറ്റാട്ടുകര അധ്യക്ഷനായി. തിരുവെങ്കിടം കൊടയിൽ ഹാളിൽ നടന്ന വാർഷികാഘോഷത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, കൌൺസിലർമാരായ മിഗ്നേഷ് മോഹൻ, ആതിര രതീഷ്, ചന്ദ്ര രാമകൃഷ്ണൻ, സ്കൂൾ പ്രധാന അധ്യാപിക ബിനി ഫ്രാൻസിസ്, റവറന്റ് സിസ്റ്റർ റോസ മരിയ, പള്ളി ട്രസ്റ്റി ജോസഫ് ജോർജ്,
SSG വൈസ് കൺവീനർ PI ലാസർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ വാർഷിക പത്രമായ മഴവില്ലിന്റെ പ്രകാശനം സ്കൂൾ മാനേജർ ഫാദർ സെബി ചിറ്റാട്ടുകര നഗരസഭാ ചെയർപേഴ്സണ് നൽകി നിർവഹിച്ചു. സമ്മാനദാനവും വിവിധ കലാപരിപാടികളും ഉണ്ടായി. മുൻവർഷങ്ങളിൽ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച ജൂലി ജോസ് കിഴക്കൂടൻ, മരിയ VJ, MPTA പ്രസിഡന്റ് ജയപ്രഭ, സ്കൂൾ ലീഡർ അജിൻ സയ്യസ് എന്നിവർ സംസാരിച്ചു. നരവംശ ശാസ്ത്രജ്ഞനും കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും പാവർട്ടി മരുതയൂർ GUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ A. അയ്യപ്പന്റെ 121 ജന്മദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിന്റെയും മാക്സ് ഡ്രീം ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സുജിത് ഐനപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A. അയ്യപ്പന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച റാഫി നീലങ്കാവിലിന്റെയും പ്രശാന്ത് മാധവനെയും ആദരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മീന ജഗദീഷ്, വാർഡ് മെമ്പർ സരിത രാജീവ്, സബീഷ് മരുതയൂർ, സുരേഷ് അമ്പാടി, TR അജിത് കുമാർ, അധ്യാപകരായ PS മീന, CJ ഷൈനി, RK സൗദ എന്നിവർ സംസാരിച്ചു. ആരോഗ്യമേഖലയിൽ അരനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം പ്രവർത്തന സജ്ജമായി. മോർ OCO എന്ന് പേരിട്ടിരിക്കുന്ന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലോകോത്തര ചികിത്സ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 നടന്ന ചടങ്ങിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപനും ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത പുതിയ ബ്ലോക്കിന്റെ കൂദാശകർമ്മം നിർവഹിച്ചു. തുടർന്നു നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ന്യൂറോ സർജറി തിയേറ്ററും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് ഡോക്ടർ താജ് പോൾ പനക്കൽ ജനറൽ ഓപ്പറേഷൻ തിയേറ്ററും ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUവിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നിർവഹിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ CSSD വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അണുബാധ പൂർണ്ണമായും ഒഴിവാക്കുന്ന ലാമിനാർ ഫ്ലോ സാങ്കേതികവിദ്യയാണ് പുതിയ തിയേറ്ററുകളുടെ പ്രധാന പ്രത്യേകത. ജർമ്മൻ നിർമ്മിതമായ ലൈക്ക മൾട്ടി ഡിസിപ്ലിനറി മൈക്രോസ്കോപ്പ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉടൻ ആശുപത്രിയിൽ ലഭ്യമാകും. ആശുപത്രി അങ്കണത്തിൽ നടന്ന പൊതുചടങ്ങിൽ വിശിഷ്ട സേവനമനുഷ്ഠിച്ച ഡോക്ടർമാരായ ഡോക്ടർ ഫെബിൻ കുന്നത്ത്, ഡോക്ടർ ഹിബിന നാസർ, ഡോക്ടർ ബാബു മാത്യു, ഡോക്ടർ അഖിൽ പോൾ, ഡോക്ടർ അമൽ പോൾ, ഡോക്ടർ സാബു ജോർജ് എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് IMA കുന്നംകുളം പ്രസിഡന്റ് ഡോക്ടർ താജ് പോൾ പനക്കൽ, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, കൗൺസിലർമാരായ രമ്യ രാജൻ, ഷാജി അലിക്കൽ, ആശുപത്രി ട്രഷറർ മോൺസി P. അബ്രഹാം, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു, മോഹൻ തോമസ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിൽ പുതിയ സംവിധാനങ്ങൾ എത്തുന്നതോടെ ചികിത്സാ നിലവാരം ഉയരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വടക്കേക്കാട് കമ്മ്യൂണിറ്റി കെയർ സ്പെഷ്യൽ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സ്പോർട്സ് ഡേ ഫെബ്രുവരി 7 ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാംകല്ല് യൂത്ത് ഫോഴ്സ് ടർഫിൽ നടക്കുന്ന സ്പോർട്സ് ഡേയുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് വടക്കേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അശോക് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു സ്പോർട്സ് ഡേ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനാകും. വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, കമ്മ്യൂണിറ്റി കെയർ സ്പെഷ്യൽ നീഡ് സ്കൂൾ ഫൗണ്ടർ കവിത ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സ്കൂൾ ഭാരവാഹികളായ അഞ്ജന ഹരിദാസ്, TL ഷഹബാസ്, PV സ്വാലിഹ, AH നസീബ, TV ജെവിനിഷ, മർവ മൂസ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സ് ഡേ നാളെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് മൂന്നാംകല്ലുള്ള യൂത്ത് ഫോഴ്സ് ടർഫിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൽസി ബാബു ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീ നബീൽ NMKയുടെ നേതൃത്വം ഉണ്ടായിരിക്കും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ രാവിലെ 7 മണിക്ക് 7:30 നമ്മളൊരു വാക്കത്തോൺ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ വോളണ്ടിയേഴ്സും നാട്ടിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി നാളെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. പഴഞ്ഞി കെ നായനാർ റോഡ് അയ്യംകുളങ്ങര ചുമ്മാർ മകൻ ഡാനിയൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരി ഭാര്യയും റെയ്മി, റിൻസി, റിൻസൺ എന്നിവർ മക്കളുമാണ്. തയ്യൂർ ചിങ്ങപ്പുരത്ത് താഴത്തേതിൽ കൊച്ചനിയൻ എന്ന ബാലചന്ദ്രൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ചിത്രയുടെ ഭർത്താവാണ്. കൃഷ്ണപ്രിയ, ശ്രീപ്രിയ എന്നിവർ മക്കളാണ്. പഴഞ്ഞി പടിഞ്ഞാറെ അങ്ങാടി പരേതനായ ചീരൻ അപ്പുക്കുഞ്ഞൻ ഭാര്യ തങ്കമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. ജെസി, ജെയ്സൺ എന്നിവർ മക്കളാണ്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ സഹോദരി ഭർത്താവ് ആനായ്ക്കൽ മേൽവീട്ടിൽ ധർമ്മധീരൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. പ്രമീള ഭാര്യയാണ്. ധനീഷ്യ, ധീരജ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം ആനായ്ക്കലിലെ സ്വവസതിയിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ റോഡ് ഉദ്ഘാടനം വാർഡ് കൌൺസിലർമാരെ അറിയിക്കാതെ നടത്തിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധം കനത്തതോടെ അജണ്ട പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിലിലാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അക്കിക്കാവ് കരിക്കാട് കാൽനട യാത്രികൻ ബൈക്കിടിച്ചു മരിച്ചു. കളത്തിൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ആനച്ചന്തവും മേളപ്പെരുക്കവുമായി ചീരംകുളം താലപ്പൊലി ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കും. ചീരംകുളം പൂരം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. കുന്നംകുളം പാറേമ്പാടത്ത് സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച അപകടം. 6 പേർക്ക് പരിക്ക്. പെരുമ്പിലാവ് ഭാഗത്ത് നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുൻപിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.